നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ. ഇന്ന് പിള്ളേരെല്ലാം പഠിച്ച് മിടുക്കരാകാൻ നോക്കുകയാണ്. സാറന്മാരാണെങ്കിൽ പഠിക്കാത്ത പിള്ളേരെ കൂടെ അടിച്ച് പഠിപ്പിക്കുകയാണ്. അങ്ങനെ എല്ലാവരും പഠിച്ച് മിടുക്കരായാൽ ഇവിടെ ഭാവിയിൽ ജോലി ചെയ്യാൻ ആരാ, തൊഴിലെടുക്കാൻ ആരാ? തൊഴിലാളികളില്ലാതാവും എന്നാണ് കണ്ടുവരുന്നത്. അതുകൊണ്ട് സാറന്മാരൊക്കെ പിള്ളേരെ അങ്ങനെ അടിച്ച് പഠിപ്പിക്കരുത്. പഠിക്കുന്നവൻ പഠിക്കട്ടെ എന്ന് വിചാരിച്ച് പഠിപ്പിക്കുക. പഠിക്കാത്തവരെ വലിയ ശിക്ഷ കൊടുക്കുന്നത് ശരിയല്ല. എൻ്റെ ചെറുപ്പത്തിലൊക്കെ ഞാൻ കേട്ടിട്ടുള്ള ഈ പഠിക്കാത്ത പിള്ളേരോട് പറയും, എടാ നീ അവിടെ കനാൽ വെട്ടുന്നടാ, അങ്ങോട്ട് പോ, ദിവസം 10 രൂപ കൂലി കിട്ടും. അന്ന് 10 രൂപ എന്ന് പറഞ്ഞാൽ വലിയ കൂലിയാണ്. 70 കാലഘട്ടത്തിലൊക്കെയാണ് 10 രൂപ കൂലി എന്ന് പറഞ്ഞാൽ വലിയ കൂലിയാണ്. അന്ന് ചോറിനൊക്കെ ഊണ് 1 രൂപയോ 75 പൈസയോ ഉള്ളെന്ന് ഓർക്കണം. നല്ല കൂലിയാണ്. അപ്പോൾ സാറന്മാർ ഇന്നും അങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്. ഓരോ പിള്ളേരെ പഠിക്കാത്തതിന് ശിക്ഷിച്ച് പഠിപ്പിക്കുക. അതിൻ്റെ ആവശ്യമുണ്ടോ എന്ന് ആലോചിച്ച് നോക്കുക. കാരണം ഇന്ന് തൊഴിലാളികളില്ലാതെ വരികയാണ്. തൊഴിലാളികളില്ലാതെ വരുന്നാൽ നമ്മൾ തന്നെയാണ് വലിയ കഷ്ടത്തിലാകുന്നത്. അതുകൊണ്ട് പഠിക്കാൻ മിടുക്കില്ലാത്തവരെ നിർബന്ധിച്ച് പഠിപ്പിക്കരുത്. നിർബന്ധിച്ച് പഠിപ്പിച്ചാൽ വേറെ കുഴപ്പമുണ്ട്. അവർ പഠിക്കുകയുമില്ല, എന്തോ പഠിച്ചു എന്ന് വിചാരിച്ച് ഒന്നും ജോലി ചെയ്യത്തുമില്ല. ഇങ്ങനെ ഒരു ക്രിട്ടിക്കൽ സ്റ്റേജിലേക്കാണ് ആളുകൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം തന്നെ എൻ്റെ അനുഭവം പറഞ്ഞാൽ ഞാനും അങ്ങനെയായിരുന്നു. കുറേ പഠിച്ചു, പിന്നെ പഠിക്കാൻ തുടങ്ങിയപ്പോൾ എനിക്ക് ഭയങ്കര തലവേദന, പിന്നെ ഞാൻ ഉപേക്ഷിച്ചു. എന്നാലും എന്തോ പഠിച്ചു എന്നുള്ള ധാരണയിൽ അങ്ങനെ നടന്നു. അപ്പോൾ അതുകൊണ്ട് നല്ല ജോലിയും കിട്ടിയില്ല, എന്നാൽ നല്ല കൂലിപ്പണി നല്ലതായിട്ട് എടുത്ത് ജീവിക്കാനോ അതും സാധിച്ചില്ല. ഞാൻ ഈ ഹോട്ടലിലൊക്കെ നിന്നിട്ടുണ്ട്. അന്നേരം ഞാൻ കണ്ടിട്ടുണ്ട്, ഈ ചിലവരൊക്കെ ആണെങ്കിൽ ഈ ആരോഗ്യം നശിപ്പിച്ച് കളയുന്ന ഈ തമ്പാക്കും ഒക്കെ വായിലിട്ട് ചവച്ചുകൊണ്ടാണ് നിന്ന് പൊറോട്ട അടിക്കുന്നത്. എനിക്കാണെങ്കിൽ ഇതൊന്നും ഇല്ലാഞ്ഞിട്ട് പോലും എനിക്ക് നിൽക്കാൻ വയ്യായിരുന്നു. അങ്ങനെ ഒരു വിധത്തിലാണ് ഞാൻ ഇങ്ങനെയൊക്കെ ജോലി ചെയ്ത്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഞാൻ കുറേ പഠിച്ചു, നിർബന്ധിച്ച് അലച്ച് വിളിച്ച് കുറേ പഠിച്ചു. പക്ഷേ ഇല്ലത്തുനിന്ന് ഇറങ്ങുകയും ചെയ്തു, അമ്മാട്ട് എത്തിയതുമില്ല എന്ന് പറഞ്ഞ പോലെ അവസ്ഥയിലായി ഞാൻ. അതുകൊണ്ട് പഠിക്കുന്ന പിള്ളേരെ പഠിപ്പിക്കുക, അല്ലാത്ത പിള്ളേരെ തൊഴിൽപരമായിട്ട് പ്രോത്സാഹിപ്പിക്കുക, അതാണ് വേണ്ടത്. അത് ഒരു കുഴപ്പമില്ല. നമുക്കിവിടെ ഇന്ന് ജോലിക്ക് പോകാൻ മടി തോന്നുന്നതിൻ്റെ പ്രധാന കാരണം ഈ ഭാരമാണ്. തലയിലിരിക്കുന്ന ഭാരം കൊണ്ടാണ്. എൻ്റെ അനുഭവത്തിൽ പറഞ്ഞാൽ തലയിലിരിക്കുന്ന ഭാരം കൊണ്ടാണ് നമുക്ക് ജോലിക്ക് പോകാൻ തോന്നാത്തത്. പിന്നെ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ കുറേ പിള്ളേരുണ്ട് ഇങ്ങനെ ദുഃഖത്തിൽ കഴിയുന്ന പിള്ളേർ. ജോലിക്കും പോകാനും വയ്യ, ജോലി കിട്ടിയതുമില്ല, കൂലിപ്പണിക്ക് പോകാനും വയ്യാതെ ഒത്തിരിയും പേര് ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ ഉൾപ്പെടെ ഒത്തിരി പേരെ കണ്ടിട്ടുണ്ട്. ഞാൻ പിന്നെ എങ്ങനെയാണെന്ന് വെച്ചാൽ വലിഞ്ഞ് നിവർന്നാണ് ജോലിക്കൊക്കെ പോകുന്നത്. ഇത്രയും പഠിക്കാതിരുന്നെങ്കിൽ എനിക്ക് പണി ചെയ്യാൻ കഴിയുമായിരുന്നുവെന്ന് ഞാൻ എപ്പോഴും ഓർക്കാറുണ്ട്. അങ്ങനെയുള്ള ഒരു വിദ്യാഭ്യാസമാണ് കൊടുക്കേണ്ടത്. ഈ പഠിച്ചില്ല എന്ന് പറഞ്ഞ് നമ്മൾ വെറുതെ അങ്ങ് പിള്ളേരെ ക്ലാസ്സിൽ കയറ്റി ഇരുത്തരുത്. അധ്വാനത്തിൻ്റെ മഹത്വവും അതിൻ്റെ ഉള്ള പ്രയോജനങ്ങളും പഠിപ്പിക്കുന്ന ഒരു ക്ലാസ് കൂടി വേണം എന്നാണ് എൻ്റെ അഭിപ്രായം. എൻ്റെ എളിയ അഭിപ്രായമാണ്. അല്ല പിള്ളേരെ എല്ലാം വഴിയെത്തിച്ച് പഠിക്കണ്ടാടാ, നീ പോയി ജോലി ചെയ്യുക എന്ന് പറഞ്ഞ് വിടാനുള്ള ഒരു വിദ്യയല്ല ഞാൻ പറയുന്നത്. പഠിക്കാൻ കഴിവുള്ളവരെ തീർച്ചയായിട്ടും പഠിപ്പിക്കണം. എന്നാൽ തല ചൂടായി വളരെ പഠിക്കാൻ ശ്രമിക്കുന്നവരെ തല്ലിപ്പഠിപ്പിക്കുന്നത് ശരിയല്ല. എല്ലാവർക്കും പിള്ളേർക്ക് ചിലപ്പോൾ ആഗ്രഹം ഉണ്ടായിരിക്കും, ഞാൻ എബ്രഹാം ലിങ്കനെ പോലാവും, ഞാൻ വിളക്കിയോട്ടിലിരുന്നാലും പഠിക്കും, എൻ്റെ കുടിലെ ദാരിദ്ര്യം നീക്കാനെ കൊണ്ട് ഞാൻ പഠിച്ച് ഉയർന്ന ഉദ്യോഗസ്ഥനാവും എന്നൊക്കെ ചിലർക്ക് തോന്നുന്നുണ്ട്. കാശുമില്ല, പിന്നെ കിട്ടാവുന്നിടത്തു നിന്നൊക്കെ കടം മേടിക്കും. കടം മേടിക്കുന്നതിൻ്റെ കാര്യം വലിയ രസമാണ്. ഇവൻ പഠിക്കാൻ മിടുക്കനാണ്, ഇവനെ എങ്ങനെയും സഹായിക്കണം എന്നൊക്കെ പറഞ്ഞ് ആൾക്കാർ കടം മേടിച്ചെന്ന് വരാം. എന്നാൽ ഇതിനൊരു മറുവശമുണ്ട്. നമുക്ക് പഠിക്കാൻ സാഹചര്യമില്ലാത്തത് ഒരു വിധിയാണ്. അതെന്തിനുള്ള വിധി എന്ന് വെച്ചാൽ നമ്മൾ ഇതുപോലെ തന്നെ അധ്വാനിച്ച് ജീവിക്കാനും ഉള്ള വിധിയാണ്. ആ വിധിയാണ് നമ്മൾ മറികടക്കാൻ ശ്രമിക്കുന്നത്. അത് ഒരിക്കലും ശരിയല്ല. പഠിക്കാൻ വിധിയുള്ളവന് അവന് കാശ് കിട്ടും, അവൻ അതിൻ്റെ കുടുംബത്തിൽ ജനിക്കും, അവൻ പഠിക്കും, അവൻ അതിനുള്ള ബുദ്ധിയുണ്ട്. ഇത്
ചിലപ്പോൾ പഠിക്കാൻ ബുദ്ധി കാണും, നല്ല എന്തോ ആലോചന കാണും, വലിയ വലിയ ഐഡിയാസുകൾ കാണും. പക്ഷെ കാശില്ലെങ്കിലും അതൊരു വിധിയാണ്. വിധി എന്ന് പറയുന്നത് കഴിഞ്ഞ ജന്മത്തെ കർമ്മത്തെ അനുസരിച്ചാണ് വിധി എന്ന് പറയുന്നത്. കഴിഞ്ഞ ജന്മം ഒരുപാട് പഠിച്ച് വലിയ പണത്തോടു കൂടിയൊക്കെ ഇരുന്ന് കാണും. അപ്പോൾ ഈ ജന്മം പ്രകൃതി അനുവദിക്കുന്നില്ല. അതാണ് പാവപ്പെട്ടവനായി പഠിക്കാൻ സാഹചര്യമില്ലാത്തവനായി ജനിക്കുന്നതെന്നാണ് ഞാൻ വിധി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ വിധി അനുസരിച്ച് ജീവിക്കുന്നത് വളരെ അനുഗ്രഹപ്രദമാണ്. നമ്മുടെ എന്തോ പാപകൃത്യങ്ങളൊക്കെ മാറ്റാൻ വേണ്ടിയാണ് നമുക്ക് കഷ്ടപ്പാടും ദുരിതങ്ങളൊക്കെ പ്രകൃതി തരുന്നത്. അത് മനസ്സിലാക്കി അധ്വാനിക്കാനും കുറേ പേര് തയ്യാറാവണം. അധ്വാനിക്കത്തക്ക രീതിയിലാണ് ധാരാളം പേര് ജനിക്കുന്നത്. പക്ഷെങ്കിൽ ഇന്ന് ധാരാളം പേര് എന്തെങ്കിലും പഠിച്ച് എന്തെങ്കിലും ഉദ്യോഗസ്ഥനായിട്ട് ഇരിക്കാനാണ് ശ്രമിക്കുന്നത്. അതൊരു തെറ്റായ പ്രവണതയാണ് എന്ന് മാത്രമേ ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. പഠിക്കാൻ കഴിയുന്നവർ പഠിക്കുക, അല്ലാത്തവർ എന്തെങ്കിലും ജോലി ചെയ്യുക എന്ന് മാത്രമാണ് ഉദ്ദേശിച്ചത്.